ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമുക്കറിയാം 25-ാം തീയതി നടക്കുന്ന ഒരു പ്രിലിംസ് പരീക്ഷയുണ്ട്. അതായത് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ 25-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അറ്റൻഡർ ഗ്രേഡ് 2 ഉണ്ട്, അതുപോലെ അറ്റൻഡർ ഉണ്ട്, പിന്നെ വരുന്നത് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, അതുപോലെ സ്റ്റോർ കീപ്പർ. അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ ഗ്രേഡ് 2ഉം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അറ്റൻഡർ ആയിട്ടും, അതുപോലെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് ഹാൻഡെക്സിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് 2 ആയിട്ടും, അതുപോലെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പറും ആയിട്ടാണ് ഒരു പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. 4 തസ്തികകളിലേക്ക് പ്രിലിംസ് നടക്കുകയാണ്. 25-ാം തീയതി ശനിയാഴ്ച, അതായത് ഒക്ടോബർ 25 ശനിയാഴ്ച 1:30 മുതൽ 3:05 വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് പരീക്ഷ. ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിലാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 377/2024 എന്ന് പറയുന്നത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ ആണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 19,000 മുതൽ 43,600 വരെയാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു വേക്കൻസി കൂടാം. അടുത്തത് നമ്മൾ നോക്കിയാൽ 328/2024 ജനറൽ കാറ്റഗറി ആണ്. അത് ഹാൻഡെക്സിൽ സെയിൽസ്മാൻ ഗ്രേഡ് 2 സെയിൽസ് വുമൺ ഗ്രേഡ് 2 ആണ്. ഇതിന്റെ സാലറി ആണ് പലരും പ്രശ്നമായി പറയുന്നത്. 4,630 മുതൽ 7,000 വരെ. ഈ ഒരു സാലറി 23+ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 23,000 പ്ലസ് ആണ്, 23,000 കൂടുതൽ രൂപ ഈ ഒരു തസ്തികയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിലവിൽ 3 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, വേക്കൻസി കൂടാം. അടുത്തത് 199/2024 കാറ്റഗറി നമ്പർ. ഇത് അറ്റൻഡർ ആണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ. ഇതിന് 5,250 8,390 ഈ ഒരു സാലറി സ്കെയിലും എന്താണ് ഹൈക്ക് ആയിട്ടുണ്ട്. ഇവിടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇനി വരുന്നത് 037/2024 ആണ്. 037/2024 അറ്റൻഡർ ഗ്രേഡ് 2 ആണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ. 16,500 മുതൽ 35,700 ആണ് സാലറി. 2 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇത്രയും തസ്തികകളുടെ ഒരു പരീക്ഷയാണ് നമുക്ക് അറിയാം ഈ ഒരു ഒക്ടോബർ 25-ാം തീയതി നടക്കുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സിലബസ് എന്ന് പറയുന്നത് 60 മാർക്കിന്റെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും റിനൈസൻസും കൂടിയാണ്. അതിൽ 10 മാർക്കിന് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് 10 മാർക്കിന് അവിടെ കിടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത 10 മാർക്കിന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അതിൽ അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവാണ്. മറ്റൊരു 10 മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് 10 മാർക്ക്. അടുത്തത് വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളുമാണ് അവിടെ 10 മാർക്ക്. അടുത്ത 5-മതായി വരുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്. അതിൽ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവാണ്. ഓക്കെ, അടുത്തത് 6-മതായിട്ട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അതായത് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാര ഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ്. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു മാർക്കിന് വരുന്നത്. അടുത്ത 10 മാർക്ക് ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസിന്റെ 10 മാർക്ക്. അതിൽ വരുന്നത് എന്താണ്? പ്രധാനമായും മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ,
വനങ്ങളും വന വിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതിന് 10 മാർക്ക്. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് 10 മാർക്കിനുണ്ട്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും അതുപോലെ താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥങ്ങളും സവിശേഷതകളും. ഇതിന് 10 മാർക്ക്. പിന്നെ വരുന്നത് അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്, 20 മാർക്കാണ്. അതിൽ ലഘുഗണിതത്തിന് 10 മാർക്ക്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയദൂരവും എന്നിവയാണ് വരുന്നത്. പിന്നീട് 10 മാർക്കിന്റെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. അതിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം തുടങ്ങിയവയാണ്. ഇത്രയുമാണ് ഈ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും ചോദിച്ചു കാണുന്നത്. ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ് മെന്റൽ എബിലിറ്റി, ബാക്കി 60 മാർക്ക് GK കറണ്ട് അഫയേഴ്സ് അതുപോലെ റിനേസൻസുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യപേപ്പർ കൂടി ഒന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന ഒരു പ്യൂണിന്റെ പരീക്ഷയാണ്. അതിന്റെ കട്ട് ഓഫ് ഏകദേശം 90ന് മുകളിലാണ് വന്നിരിക്കുന്നത്. ഈ അടുത്താണ് അതിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. 94 സംതിങ് അങ്ങനെ എന്തോ ആണ് അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 94 90 പ്ലസ്, എത്ര കറക്റ്റ് 90 പ്ലസ് ആണ് എന്തായാലും കട്ട് ഓഫ്. അപ്പൊ അതിന്റെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 20 ചോദ്യം, അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പ് നടത്തുക. ഒന്നാമത് ഇങ്ങനെയാണ്: ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഇതൊരു ചോദ്യമാണ്. 1 ഗുരുവായൂർ സത്യാഗ്രഹം, 2 ഈഴവ മെമ്മോറിയൽ, 3 പാലിയം സത്യാഗ്രഹം, 4 വൈക്കം സത്യാഗ്രഹം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3 എന്നിങ്ങനെയാണ് വരുന്നത്. അതായത് കാലഗണന രണ്ടാമതാണ് ഈഴവ മെമ്മോറിയൽ ആദ്യം വരുന്നു, പിന്നെ വൈക്കം സത്യാഗ്രഹം വരുന്നു, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, ഏറ്റവും അവസാനം പാലിയം സത്യാഗ്രഹം. ഇത് നമുക്ക് ഓപ്ഷനിൽ തന്നെ നമുക്ക് അറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒരു സമരമായിട്ടാണ് നമ്മൾ പാലിയം സത്യാഗ്രഹത്തെ കണക്കാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നതാണ് 1947. അപ്പൊ അത് എപ്പോഴും ഏറ്റവും അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കിയാൽ ഏറ്റവും അവസാനം 3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ബി. ബാക്കിയെല്ലാം നമുക്ക് എന്താണ്, വെട്ടിക്കളയാൻ വേണ്ടി സാധിക്കും. ആ ഒരു ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതെ. ഇനി നമുക്ക് ഇതിന്റെ ഒരു വർഷങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32 1931, 32. പാലിയം സത്യാഗ്രഹത്തിലാണ് 1896. സോറി, ഈഴവ മെമ്മോറിയൽ 1896. അതായത് 13,176 പേർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഒന്നാണ് ഈഴവ മെമ്മോറിയൽ. അതായത് ഈ ഒരു ഉദ്യോഗ നിയമനത്തിൽ ഈഴവ പ്രാതിനിധ്യം കുറവാണ്, അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പൽപ്പുവിന്റെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു ഈ ഒരു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഓക്കെ, രണ്ടാം ഈഴവ മെമ്മോറിയൽ കൂടിയുണ്ട് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. അങ്ങനെ ആ ഈഴവ മെമ്മോറിയൽ ഒക്കെ നമുക്കിവിടെ കൃത്യമായി പഠിച്ചു വെക്കുക. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. പാലിയം സത്യാഗ്രഹം എപ്പോഴാണ്? 1947, 48. 1947, 48. ഇനി വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പ്രധാനമായും പഠിക്കാനുള്ളത്. ഓക്കെ, പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കേരളത്തിലെ സംഘടിത സത്യാഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സംഘടിത സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് SCERT തന്നിരിക്കുന്ന ഒന്നാണ്. അടുത്തത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഈ ഒരൊറ്റ ആദ്യത്തെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി, ഒരേ ഒരു മലയാളി മാത്രമേ INC-യുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന പേരാണ്. അതേതാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണെന്നറിയാം. 1897 അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷനായിരിക്കുന്നത്. അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. 1897
അമരാവതി. ഏതാണ്? അമരാവതി സമ്മേളനത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഉണ്ട്, ഗാന്ധി ആൻഡ് അനാർക്കി എന്നാണ് ആ ബുക്കിന്റെ പേര്. ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധി ആൻഡ് അനാർക്കി. ഈ ഒരു ബുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ബുക്ക് രചിച്ചിരിക്കുന്നത് ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്, അല്ലെങ്കിൽ സി ശങ്കരൻ നായരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 2 ചോദ്യം ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അല്ലെങ്കിൽ SCRT-യിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തത് നോക്കുക നിങ്ങൾ. മൂന്നാമതൊരു ചോദ്യം എങ്ങനെയാണ്? 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1ാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാൾ 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് എന്താണ് പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 2ാം ഈഴവ മെമ്മോറിയലും പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് സമർപ്പിച്ചത്. പക്ഷെ ശ്രീമൂലം തിരുനാളിനല്ല. ആർക്കാണ്? അത് ലോർഡ് കഴ്സനാണ്. ലോർഡ് കഴ്സനാണ് 2ാമത്തെ എന്താണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിരിക്കുന്നത്. 2ാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. 1ാമത് ശ്രീമൂലം തിരുനാളിനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 1ാമത്തതിന് വലിയ രീതിയിലുള്ള പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് 2ാം ഈഴവ മെമ്മോറിയൽ വൈസ്രോയിയായ കഴ്സന് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഏതാണ് ഇതിൽ ശരിയായ ജോഡി? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഇതിൽ ശരിയായ ജോഡിയാണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഇതിൽ ശരിയായ ജോഡിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാം ശരിയായ ജോഡിയാണ്. ഓക്കെ, അടുത്തത് 5ാമത്തെ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം. ആരാണ് സമത്വ സമാജം? നമുക്കറിയാം, സമത്വ സമാജം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേര് ആരാണ്? അത് ആരാണ്? പറയൂ. സമത്വ സമാജം എന്ന് പറയുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമിയാണ്. 1836 വൈകുണ്ഠസ്വാമി സമത്വ സമാജം എന്ന് പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, സമത്വ സമാജം. അടുത്തത് 6ാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? അത് DK കാർവെയാണ്. DK കാർവെയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ SCRT-യിലുള്ളതാണ്. DK കാർവ. മഹർഷി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് DK കാർവ. എന്താണ്? മഹർഷി എന്നറിയപ്പെട്ടിട്ടുണ്ട്. മഹർഷി എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. മഹർഷി എന്നറിയപ്പെട്ടത് DK കാർവെ അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 1958 എന്താണ് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. 1958 ഭാരതരത്ന 1958 രചിച്ചിട്ടുണ്ട് എന്നുകൂടെ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ബാക്കിയെല്ലാം മറ്റുമായി ബന്ധപ്പെടുന്നതൊക്കെ നമുക്ക് SCRT-യിലുണ്ട്. ജ്യോതിറാവ് ഫുലേന്റെയും പണ്ഡിത രമാബായിയുടെ സേവാസദനം ഒക്കെ നമുക്കവിടെ പഠിക്കാനുള്ളതാണ്. അതൊക്കെ പഠിക്കണം, അവർ SCRT-യിലുണ്ട്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഇപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നിസ്സഹകരണ സമരം നടന്നത്. അത് നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? അത് ചൗരി ചൗര സംഭവമാണ്. എന്താണ്? ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി നടന്ന ചൗരി ചൗര, അതായത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ് ചൗരി ചൗര സംഭവം എന്നുള്ളത്. 22 പോലീസുകാരാണ് ഈ ഒരു സമരത്തിൽ കൊല്ലപ്പെടുന്നത്. 3 സിവിലിയൻസുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുള്ള കാരണം. ഓക്കെ, ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5-ന്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്ത 8ാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം എവിടെയാണ്? സന്യാസി കലാപം നടന്നത് അത് ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത്. സന്യാസി കലാപം ബംഗാളിലാണ്. അതായത് 1763-നും 1800-നും ഇടയിൽ ബംഗാളിൽ നടന്ന എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഹിന്ദു സന്യാസിമാരും മുസ്ലിങ്ങളായ ഫക്കീർമാരും കൂടി നടത്തിയ ഒരു സായുധ കലാപമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരുണ്ടാവും, അതുപോലെ മുസ്ലിങ്ങളായ ഫക്കീർമാരും കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയതാണ്. ഒന്നാമതെന്ന് വെച്ചാൽ കടുത്ത നികുതി പിരിവ്, രണ്ടാമത്തത് 1700-കളിലെ എന്താണ് കടുത്ത ക്ഷാമം, ബംഗാൾ ക്ഷാമം ഒക്കെ വന്നിട്ടില്ലേ, ആ ബംഗാൾ ക്ഷാമം ഒക്കെയാണ് ഈ ഒരു സമരത്തിന്റെ
പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, കടുത്ത നികുതി വരവും ബംഗാൾ ക്ഷാമം ഒക്കെയാണ് ഇതിന് കാരണം. അപ്പൊ ഇതെവിടെയാണ്? അത് സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. 1763 1800 കാലഘട്ടങ്ങളിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എവിടെ വെച്ച് നടന്നാണ്? അത് ബോംബെ ആണ്. ഏതാണ്? ബോംബെയിൽ വെച്ച് നടന്ന പ്രമേയത്തിൽ 1942 അല്ല 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 ഓഗസ്റ്റ് 8-ന്. ഓഗസ്റ്റ് 8-നാണ് പ്രമേയം പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 8-ന് പ്രമേയം പാസ്സാക്കി. ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് 9-നാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമ്മേളനത്തിന്റെ മറ്റു പേരുകളാണ് ഓഗസ്റ്റ് സമ്മേളനം എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഓഗസ്റ്റ് ക്രാന്തി എന്ന് പറയും, അതുപോലെ ഭാരത് ചോഡോ ആന്തോളൻ എന്ന് കൂടി പറയും. ഭാരത് ജോഡോ ആന്തോളൻ എന്നുകൂടി ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് പറയുന്നുണ്ട്. മറ്റു പേരുകളാണ്, അത് പഠിച്ചു വെക്കണം. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിച്ചാൽ ഓഗസ്റ്റ് 8-ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 8. ഭാരത് ചോഡോ ആന്തോളൻ എന്നും ഓഗസ്റ്റ് ക്രാന്തി എന്നും ഈ ക്വിറ്റ് ഇന്ത്യ സമ്മേളനത്തിന് മറ്റ് പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുകൂടെ ഇവിടെ പഠിച്ചു പോവുക. ഓക്കെ, ഇനി മറ്റൊന്ന്, 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? ഉത്തരം പറയൂ. ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചിരിക്കുന്നത്? അത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ് ആണ് 1784 കൊൽക്കത്തയിലാണ്. 1784 കൊൽക്കത്തയിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കൽക്കട്ട മദ്രാസ ആരംഭിച്ച ആരാണ്? കൽക്കട്ട മദ്രസ അത് വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സും, അതുപോലെ തന്നെ ബനാറസ് സംസ്കൃത കോളേജ് ആരാണ്? അത് ജൊനാഥൻ ഡങ്കനുമാണ്. ഇതൊക്കെ SCRT-യിലെ പാഠഭാഗങ്ങളാണ്. വാറൻ ഹേസ്റ്റിങ്സ്, കൽക്കട്ട മദ്രസ, വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, അതുപോലെ തന്നെ ബനാറസ് സംസ്കൃത കോളേജ്, ജൊനാഥൻ ഡങ്കൻ എന്നുകൂടെ പഠിച്ചു വെച്ചേക്കുക. 11ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബിൽ എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മണി ബില്ലാണ്. മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അത് ലോക്സഭയിലായിരിക്കും. മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. മണി ബില്ലിന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 110. ആർട്ടിക്കിൾ 110. അതുപോലെ തന്നെ മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 109. ആർട്ടിക്കിൾ 109 പറയുന്നതാണ് ഇത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്നാണ്. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 109-ഉം മണി ബില്ലാണ് എന്ന് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110-ലുമാണ്. അത് രണ്ടും മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മറ്റൊന്ന്, 12ാമത്തെ ചോദ്യം എങ്ങനെയാണ്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഇതേതാണ്? ഇത് റിട്ടാണ്. റിട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ റിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 32-ഉം സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32-ഉം ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കാണ്. 5 റിട്ടുകളെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, സെർച്യൂറി, പ്രൊഹിബിഷൻ, ഇതൊക്കെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് ഇത് എന്താണ് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അടുത്ത 13ാമത്തെ ചോദ്യം എങ്ങനെയാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 13ാമത്തെ ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ എ 61ാമത്തെ ഭേദഗതിയാണ്. ഓപ്ഷൻ എ 61ാമത്തെ ഭേദഗതിയാണ്. എപ്പോഴാണ്? 1988-ലാണ് ഈ ഒരു ഭേദഗതി വരുന്നത്. 1988-ൽ ഭേദഗതി വന്നു. 89-ൽ ഇത് പ്രാബല്യത്തിൽ വന്നു. 1989 മാർച്ച് മാസത്തിൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ്. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇത് ഈ ലോക്സഭയിൽ അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ശങ്കരാനന്ദനാണ്. ഓക്കെ, ബി ശങ്കരാനന്ദനാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി സഭയിൽ അവതരിപ്പിച്ചത്. അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. ഓക്കെ, ഇത് ആരാണ് ഒപ്പുവെച്ചത്? ഈ ഒരു ഭേദഗതിയിൽ ഒപ്പുവെച്ച ആരാണെന്ന് ചോദിച്ചാൽ ആർ വെങ്കിട്ട രാമനാണ്. ആർ വെങ്കിട്ട രാമനാണ് അന്നത്തെ രാഷ്ട്രപതി. അദ്ദേഹമാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതുകൂടി അവിടെ പഠിക്കുക. അടുത്ത 14ാമത്തെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിസ്റ്റ് എല്ലാ പരീക്ഷയിലും ലിസ്റ്റ് ചോദ്യമായി വരുന്നുണ്ട്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏതാണ്? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണ്. ഈ ഒരു 3 ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും കൃത്യമായി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ SCRT-യിലുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. അടുത്ത 15ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, സ്ഥിരം സഭയാണ്, 5 വർഷമാണ് സഭയുടെ കാലാവധി, സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ശരിയാണോ? 5 വർഷമാണ് സഭയുടെ കാലാവധി. തെറ്റാണ്. സ്പീക്കർ ആണോ? അല്ല. അപ്പൊ ഇത് രണ്ടും തന്നെ തെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം എല്ലാം ശരി എന്നുള്ളത് എന്താണ്? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3ഉം 4ഉം ശരി എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 1ഉം 2ഉം ശരി, 2 മാത്രം ശരി എന്നതിലേക്ക് നമുക്ക് എത്തും. ഇവിടെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ആണെന്നും സ്ഥിരം സഭയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ MLA-മാരൊക്കെ ചേർന്നാണ് എം പിമാരെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു സ്ഥിരം സഭയാണ്, ഇത് പിരിച്ചുവിടുന്നില്ല. എന്നാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 3ൽ 2 ഭാഗം ആളുകൾ എന്താണ് പിരിഞ്ഞു പോകുന്നുണ്ട്. 3ൽ 2 ഭാഗം ആളുകൾ എന്താണ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ആരാണ് സഭയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ സഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയാണ്. ആരാണ് നിലവിലെ ഉപരാഷ്ട്രപതി? CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണനാണ് നിലവിൽ ആരാണ് വൈസ് പ്രസിഡന്റ്. ആരാണ് പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കുന്നത്. ഇനി ആകെ പിന്നെ ഭരണഘടന പറയുന്നത് 250 അംഗങ്ങൾ എന്നാണ്. എന്നാൽ നിലവിൽ ആകെയുള്ളത് 245 പേരാണ്. 233 12 നോമിനേഷൻ, അങ്ങനെ 245 പേരാണ് ആകെ ഇപ്പം ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത 16ാമത്തെ ചോദ്യം എങ്ങനെയാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുന്നതാണ്. എപ്പോഴാണ്? 2025 മെയ് 2-ാം തീയതിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, അതായത് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നർ കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് മാറ്റി ഇറക്കാൻ വേണ്ടി സാധിക്കും. ഇത്ര നാളോ അതിന് ഇന്ത്യയിൽ സാധിച്ചിട്ടില്ല. നമ്മൾ കൊളംബോയോ അല്ലെങ്കിൽ സിംഗപ്പൂർ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലാണ് ഇതിനു വേണ്ടി ആശ്രയിച്ചിരുന്നത്. അതിന് പകരം ഇവിടെ തന്നെ അത് സൗകര്യം ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 8,900 കോടി രൂപയാണ് ചെലവ് വരുന്നത്. എന്നാൽ ഇത് ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചത് 2023 ജൂലൈയിലാണ്. 2023 ജൂലൈയിൽ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ആരാണ് നിലവിലെ MD എന്ന് ചോദിച്ചാൽ ദിവ്യ S. അയ്യരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്നും ഇതിന് വിശേഷണമുണ്ട്. ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്നും വിശേഷണമുണ്ട്. ഓക്കെ, മറ്റൊന്ന് 17ാമത്തെ ഒരു ചോദ്യമുണ്ട്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കറന്റ് ആണ്. ആരാണ്? അതായത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ അധികാരമേറ്റിട്ടുണ്ട്. നമുക്കറിയാം അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. അതിനുശേഷം ബൈഡൻ വന്നു. അതിനുശേഷം വീണ്ടും 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും ട്രംപ് തന്നെ അധികാരമേറ്റിരിക്കുകയാണ്. അപ്പൊ 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര്? ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ആര്? JD വാൻസ് എന്ന് പറയുന്നത്. JD വാൻസ്. ഓക്കെ, ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് എന്ന് കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത 18ാമത്തെ മറ്റൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. നമ്മുടെ SCRT-യിൽ കൃത്യമായി ഇതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് VP മേനോൻ അഥവാ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയും. VP മേനോനാണ്. പാലക്കാടുകാരനായ VP മേനോൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. VP മേനോൻ. ഓക്കെ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. സർദാർ പട്ടേലിനൊപ്പം നമ്മുടെ നാട്ടുരാജ്യങ്ങളെ, അതായത് ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടുന്ന് പോകുമ്പോൾ 600-ലേറെ നാട്ടുരാജ്യങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു. അതിനെയൊക്കെ ഏകോപിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാക്കി വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവും പട്ടേലും VP മേനോനും കൂടി ചേർന്നാണ് എന്ന് മനസ്സിലാക്കുക. അതിന് നേതൃത്വം കൊടുത്ത ഹോം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. ഈ VP മേനോൻ പിന്നീട് ഗവർണർ ആയിട്ടുണ്ട് അല്ലെ? ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? 1952 ഏതിന്റെയാണ്? ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ട്. ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 ബുക്കുകൾ ഉണ്ട്. ആ ബുക്കാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ.
ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഈ രണ്ടും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇത് രണ്ടും SCRT ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. VP മേനോനെ കുറിച്ച് ഒരു ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ പ്രഥമ വൈസ് ചെയർമാനായി വന്നത് ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് എന്ന് മനസ്സിലാക്കുക. ഗുൽസാരിലാൽ നന്ദ. ജവഹർലാൽ നെഹ്റു ആണ് ചെയർമാൻ. ജവഹർലാൽ നെഹ്റു. ഇത് വൈസ് ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. അതുപോലെ TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖും. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാവരും ആസൂത്രണ കമ്മീഷനിൽ പെട്ട ആളുകളാണ്. അപ്പൊ TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖും ആരാണ്? അവര് ആ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും എന്ന് മനസ്സിലാക്കുക. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15-ന്. അതുപോലെ തന്നെ 2014 ഓഗസ്റ്റ് 17-ന് ഈ ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷനെ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ഓഗസ്റ്റ് 17-ന് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പ്രഥമ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയുമാണെന്ന് പറഞ്ഞു. എങ്കിൽ അവസാന ചെയർമാനും വൈസ് ചെയർമാനും ആരാണ്? അവസാന ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും വൈസ് ചെയർമാൻ മൊണ്ടേക് സിംഗ് ആലുവാലിയുമാണ്. മൊണ്ടേക് സിംഗ് ആലുവാലിയാണ് വൈസ് ചെയർമാൻ അവസാനത്തെ ആസൂത്രണ കമ്മീഷന്റെ. അതുപോലെ തന്നെ അവസാന ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. ഈ ഒരു എന്താണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. 5 ഇയർ പ്ലാന്റെ രൂപരേഖയൊക്കെ തയ്യാറാക്കിയിരുന്നത് ഈ ഒരു ആസൂത്രണ കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 20ാമത്തെ ഒരു ചോദ്യമുണ്ട്. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ചൈനയുമായിട്ടാണ്. ആരൊക്കെ? ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമായിട്ടാണ്. ചൗ എൻ ലായിയുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ചൗ എൻ ലായ്. ഓക്കെ, ചൗ എൻ ലായിയുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചൗ എൻ ലായിയുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് പഞ്ചശീലം എന്ന് ചോദിച്ചാൽ പരസ്പരം അതിർത്തികളും പരമാധികാരത്തെയും ബഹുമാനിക്കുക. പരസ്പരം അതിർത്തികളെയും പരമാധികാരത്തെയും ബഹുമാനിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പരസ്പരം തുല്യരായി പരിഗണിക്കുകയും സഹകരിക്കുകയും ചെയ്യുക, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം നിലനിർത്തുക എന്നിവയാണ് ഈ 5 തത്വങ്ങൾ, പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചൈനയുമായിട്ട് 1954-ലാണ് ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും കൂടി ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് നോക്കുന്നത്. ഇത് 20 ചോദ്യങ്ങൾ നമ്മുടെ SCRT ആണ്. 20 അല്ല, അതിൽ 2 കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി എല്ലാം SCRT-യിൽ നിന്ന് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ SCRT-ക്ക് വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇനി പോകുന്ന ഈ പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം 40 ചോദ്യം വരെ SCRT-യിൽ നിന്ന് ഡയറക്റ്റ് ആയി ചോദിക്കും. അതായത് GK പോർഷനിൽ മാത്രമാണ് പറയുന്നത്. സയൻസ് വേറെ, സയൻസ് എന്നും ചോദ്യങ്ങൾ കടന്നു വരും, അതുപോലെ മാത്സ് എന്നും വരും. 40ഓളം ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം. മാത്സ് ഒഴിച്ച് നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാം. ഓക്കെ, അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾ SCRT ആശ്രയിച്ച് പഠിക്കുക. പുതിയതും പഴയതുമായ SCRT പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് വരാൻ വേണ്ടി സാധ്യത. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കൃത്യമായിട്ട് തന്നെ കുറച്ച് 1, 2, 3 ചോദ്യ പേപ്പർ നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. അതായത് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു ക്ലാസ് ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് യൂട്യൂബിൽ. വളരെ പ്രധാനമായും അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കൂടെ തന്നെ കുറച്ച് എക്സ്പ്ലനേഷനും ഇതുപോലെ ചെയ്തു പോവുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇത് ഇത്തരത്തിലുള്ള 1, 2, 3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പരീക്ഷ എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബൈ.